ഇൻഫർമേഷൻ അയാളത് ഉപയോഗിക്കുന്നുണ്ട് സാർ, ഇയാളത് ഉപയോഗിക്കുന്നുണ്ട്, ഇന്നയാളുടെ കയ്യിൽ MDMA ഉണ്ട്, മറ്റയാളുടെ കയ്യിൽ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത് കുളത്തറയിലാണ്. ഇത് വെറുതെ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വെറുതെ ഇവിടെ വന്ന് സുഖിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചില്ല. ദിസ് ഈസ് ദി റിയൽ ഫാക്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ആളുടെ പോക്കറ്റ് പരിശോധിച്ചപ്പോൾ MDMA കാണപ്പെടുകയാണ് തലയുടെ പോലീസ് സ്റ്റേഷനിൽ. അത് ആരാ എന്താണെന്നുള്ളതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ഒരു പക്ഷേ നമ്മളുടെ പരിസരവാസികളായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ആർക്കെങ്കിലും ധൈര്യം വരും? പോലീസ് സ്റ്റേഷനിലേക്ക് എന്റെ വണ്ടി പിടിച്ചു, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ വണ്ടി എങ്ങനെയെങ്കിലും റിലീസ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കണ്ടേ? ആ വന്ന ആളുടെ പോക്കറ്റ് പരിശോധിച്ചപ്പോൾ MDMA. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 21 വയസ്സുള്ള ഒരു കുട്ടി, ഞാൻ അതിന്റെ സ്ഥലവും പേരൊന്നും പറയുന്നില്ല, 22 വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടു, സൂയിസൈഡായിരുന്നു. നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം അതിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം അതിന്റെ ഡോക്ടർ എന്നെ വിളിച്ചത് പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഈ കുട്ടി 6 വർഷമായിട്ട് MDMA ഉപയോഗിക്കുന്നു. 6 വർഷം. 21 വയസ്സുള്ള കുട്ടി 6 വർഷവും MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ 15ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 16ാമത്തെ വയസ്സിൽ MDMA ഉപയോഗിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് കേട്ടാൽ ഞെട്ടുന്ന രീതിയിലുള്ള വർത്തമാനം. മറ്റൊന്നുമല്ല, ഹാർട്ട് ഇത്രയാണ് വേണ്ടതെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ, ലിവർ ഇത്രയാണ് വേണമെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് തുടങ്ങി നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിലെ എല്ലാ ആന്തരിക അവയവങ്ങളും എത്ര ഗ്രാമാണോ വേണ്ടത്, 200 ഗ്രാം ആണെങ്കിൽ 100 ഗ്രാം, അതിന്റെ സൈസ് എത്രയാണോ വേണ്ടത് സൈസ് നേരെ പകുതിയായിരിക്കും. 6 വർഷം കൊണ്ട് ആ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും നേരത്തെ ആരോ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ബഹുമാന്യനായിട്ടുള്ള VKC സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മകനെ ഇതൊന്നും പോകില്ല, എൻ്റെ മകളതൊന്നും പോകുന്നില്ല. നമുക്കൊക്കെ ആദ്യം ഒരു ചിന്ത ഉണ്ടായിരുന്നു. എവിടെയോ എനിക്ക് വന്നത് 10 വർഷം മുമ്പ് ഒരു പെൺകുട്ടി ബിവറേജിന്റെ ക്യൂവിൽ നിൽക്കുന്നത് അന്ന് സ്റ്റേറ്റ് ന്യൂസ് ആയിരുന്നു. 10 വർഷം മുമ്പ് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ബിവറേജസിന്റെ ക്യൂവിൽ നിൽക്കുന്നത് അന്ന് സ്റ്റേറ്റ് ന്യൂസ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കത് നാഷണൽ ന്യൂസ് ആയിട്ട് കയറിപ്പോയെന്നറിയില്ല. ആ സ്ഥാനത്ത് ഇന്ന് അമ്മയും മക്കളും പിടിച്ചു കഞ്ചാവായിട്ട്. നിങ്ങൾ കണ്ടോ? അമ്മയും മക്കളും കഞ്ചാവായിട്ട് പിടിച്ചിരിക്കുന്നു. കാമുകിയും കാമുകനും MDMA കടത്തുന്നു, അവർ പിടിക്കപ്പെടുന്നു. സ്ത്രീയും ഒരു ചെറിയ കുട്ടിയെ ഉപയോഗിച്ചിട്ട് 1.5 വയസ്സുള്ള കുട്ടിയെ ഉപയോഗിച്ച് MDMA കടത്തുന്നതിൽ പിടിക്കപ്പെടുന്നു. അപ്പൊ ഇത് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം. ഇത് കയറി വന്ന് ഇപ്പൊ നമ്മളുടെ അടുക്കളയും കഴിഞ്ഞ് നമ്മളെ ബെഡ്റൂമിലേക്ക് നമ്മളുടെ കൂടെ കിടന്നുറങ്ങാൻ തുടങ്ങി ഈ മാരകമായിട്ടുള്ള വസ്തു.